ഡൽഹിയിൽ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തുന്നതിന്റെ ഒരു പ്രഖ്യാപനം, ഒപ്പം തന്നെ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ സ്ഥാനാരോഹണം, അതടക്കം എന്തൊക്കെ വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരാനുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത എന്നുള്ളത് ഈ ഫരീദാബാദ് രൂപതയുടെ ഉയർത്തൽ തന്നെയാണ്. അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ചടങ്ങ് പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഈ ചടങ്ങ് നടക്കുന്നത് ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ്. വൈകിട്ട് 3 മണിക്കാണ് ഈ ചടങ്ങ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഫരീദാബാദ് രൂപതയുടെ ഉയർത്തലുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ ഡൽഹിയിൽ നടന്നിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ സ്ഥാനാരോഹണവും ഇന്ന് ഉണ്ടാകും. ഈ ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വത്തിക്കാൻ പ്രതിനിധിയും ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഈ പുതിയ അതിരൂപതയിൽ പ്രധാനമായും ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കശ്മീർ കൂടാതെ ഉത്തർപ്രദേശിലെ ചില സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ ഫരീദാബാദ് അതിരൂപത എന്നുള്ളത്. ഇതിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്നത്. ഒപ്പം തന്നെ അതേസമയം ഡൽഹിയിലെ വായുമലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. വളരെ മോശം വിഭാഗത്തിലേക്ക് വീണ്ടും ഒറ്റ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ വായുഗുണ നിലവാര നിരക്ക് എന്നുള്ളത്. ഇതിൽ പ്രധാനമായും 350 അടുത്ത് തന്നെ തുടരുകയാണ് ഡൽഹിയിലെ വായുഗുണ നിലവാര സൂചിക. ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ വാഹന നിയന്ത്രണങ്ങളുണ്ട്. പുറമേ നിന്നുള്ള വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ഡൽഹി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഇതടക്കമുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ രാഷ്ട്രീയ വിവാദവും സജീവമാണ്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള പാഴ്ചിലവുകളായി എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടിക്കെതിരെ പഞ്ചാബ് സർക്കാർ ഈ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് മലിനീകരണം ഉയരാൻ കാരണമെന്ന ആരോപണവുമായി BJPയും രംഗത്തുണ്ട്. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളുമായി ചേരുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.